വയനാട്ടിലെ ദുരന്തഭൂമിയിൽ ചെളിയിൽ പുതഞ്ഞു കിടക്കുന്ന ഒരു ഓട്ടോറിക്ഷയുണ്ട്. എല്ലാ ദിവസവും ആ ഓട്ടോറിക്ഷയുടെ അരികിലെത്തി അതും നോക്കി ഉടമയായ ചൂരൽമല സ്വദേശി കുറച്ചുനേരം അവിടെ നിൽക്കും. ഉരുൾപൊട്ടൽ ദുരന്തം വരുന്നതിന്റെ മണിക്കൂറുകൾക്ക് മുൻപ് പുഴയിൽ വെള്ളം നിറഞ്ഞപ്പോൾ കരയിലുള്ള കുറച്ച് വീട്ടുകാരെ ഈ ഓട്ടോറിക്ഷയിലാണ് ദുരിതാശ്വാസ ക്യാമ്പുകൾ എത്തിച്ചിരുന്നത്. കുറെ പേരുടെ ജീവൻ രക്ഷിച്ച ഓട്ടോയാണ് തന്റേത്. എന്നാൽ ആ ഓട്ടോയും പോയി. പിറ്റേന്ന് ക്യാമ്പുകളിലേക്ക് മറ്റാരും ഇരുന്നവരെയും നഷ്ടപ്പെട്ടു. ഇനി എന്താണ് എന്നറിയില്ലെന്നും അശോകൻ വേദനയോടെ പറയുന്നു. ഇതിപ്പോൾ ഈ വാഹനം നിങ്ങൾ ഇവിടെ വരുന്നത് കാണാം, ഈ വാഹനം നോക്കുന്നത് കാണാം, പലപ്പോഴുള്ള കാഴ്ചയാണ്. ഇതുമായിട്ടുള്ള നിങ്ങൾക്കുള്ള ഒരു ബന്ധം എന്താണ്? ഞാൻ രാവിലെ 6 മണി തൊട്ട് ഞാൻ വൈകുന്നേരം 10 മണി വരെ ഞാൻ ഈ ചൂരൽമല ടൗണിലുണ്ടാവും ഈ വാഹനമായിട്ട്. ഈ വാഹനത്തിലാണ് അന്ന് ഉരുൾപൊട്ടുന്ന അന്ന് രാവിലെ ഉച്ച മുതൽ ഞാൻ ആളുകളെ സുരക്ഷിത സ്ഥലത്തേക്ക് ഒരുപാട് ആളുകളെ ഞാൻ മാറ്റിയിട്ടുണ്ട് ഈ വണ്ടിയിൽ. അവരെന്നെ വിളിച്ചിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ കുടുംബക്കാരെ വീട്ടിലേക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊണ്ടുപോയി ആക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ജീവനോടുണ്ട്, അതുകൊണ്ട് രക്ഷപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഈ വാഹനം 11 മണിക്കാണ് ഇവിടെ നിർത്തി, രാത്രി 11 മണിക്കാണ് നിർത്തി വീട്ടിൽ പോകുന്നത്. 11 മണി വരെ ഞാൻ ആളുകളെ അവരവരെ സുരക്ഷിത സ്ഥലത്തേക്ക് കുടുംബക്കാരെ വീട്ടിലേക്കൊക്കെ എത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ വണ്ടിയും കൊണ്ട്. അങ്ങനെയാണ് രാത്രി 11 മണിക്ക് ഞാൻ ഈ വണ്ടി എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല, മഴയായതുകൊണ്ട് കൊണ്ടുപോകാൻ കഴിയാത്തതുകൊണ്ട് ഞാനിവിടെ നിർത്തി പോയതാണ്. ഈ ഉരുൾപൊട്ടലിന്റെ മുന്നറിയിപ്പ് ഉണ്ട് എന്ന് അറിഞ്ഞതുകൊണ്ട് അത്ര ആളുകളെ രക്ഷപ്പെടുത്തി ക്യാമ്പുകളിലേക്ക് പുഴയിലേക്ക് വെള്ളം വന്ന് അറിയുന്നതുകൊണ്ട് അത്ര ആൾ പുഴ സൈഡിലൊക്കെ താമസിക്കുന്ന ആളുകൾ ഒരുപാട് പാടി, അവിടെ ആശുപത്രി പാടിയുണ്ട്, ആ പാടിയിൽ നിന്നൊക്കെ ആളുകളെ ഒഴിപ്പിച്ചും കൊടുക്കുകയായിരുന്നു. അവരാണ് എന്നെ വിളിച്ച് അവരെ സുരക്ഷിത വീട്ടിലേക്ക് ഏട്ടന്മാരുടെയും അനിയന്മാരുടെയും വീടുകളിൽ എത്തിച്ച്. അതിനുശേഷമാണ് ഞാൻ രാത്രി 1 മണിക്കാണ് ഞാൻ ആ വീട്ടിൽ നിന്ന് ഇവിടുത്തെ നിലവിളി കേട്ടിട്ട് ഞാൻ ഇങ്ങോട്ട് വരികയായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് രണ്ടാമത് ഒരു ഭയങ്കര സൗണ്ട് വന്ന്, ആ സൗണ്ടിലാണ് ഞാനൊക്കെ ഓടി രക്ഷപ്പെട്ടതാണ് ഞാനൊക്കെ. ജീവൻ രക്ഷപ്പെട്ടു. പക്ഷേ ഒരുപാട് പേരുടെ ജീവൻ രക്ഷിച്ച ഈ ഓട്ടോ ഇപ്പോൾ ഇല്ല. ഓട്ടോറിക്ഷ ഇപ്പോൾ ഇവിടെ നമുക്കില്ല. അതാണ് നമ്മളെ ഉപജീവന മാർഗ്ഗമാണത്. ആ ഒരു ഉപജീവന മാർഗ്ഗം പോയാലും പോട്ടെ, പക്ഷേ നമ്മളെ സഹോദരന്മാർ ഒരുപാട് ആളുകൾ മണ്ണിൻ്റെ അടിയിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട്. അതിൽ ഭയങ്കര സങ്കടമുണ്ട്. ആ ഒരു ഇതേ ഉള്ളൂ. അവരെങ്ങനെയെങ്കിലുമൊക്കെ വീണ്ടെടുക്കണം. നമുക്ക് അവരൊക്കെ വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്, കാര്യങ്ങൾ ചെയ്യുന്നത്. എന്തായാലും ഈ ഒരു മനുഷ്യൻ, ഇദ്ദേഹം ഇവിടെ ഈ ഓട്ടോ വന്ന് നോക്കുന്ന ഒരു കാഴ്ച നമ്മൾ പലപ്പോഴും ഇവിടെ ഇങ്ങനെ ഇതുവഴി പോകുമ്പോൾ കാണുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഓട്ടോയാണ്. പക്ഷേ ഈ ഓട്ടോക്കുള്ള പ്രാധാന്യം നിരവധി മനുഷ്യരുടെ ജീവൻ രക്ഷിച്ച ഓട്ടോയാണ്. കാരണം ഈ പുഴയിൽ വെള്ളം കയറുന്നു എന്ന മുന്നറിയിപ്പിനെ തുടർന്ന് പുഴയുടെ ഓരങ്ങളിലുള്ളവർക്ക് ലഭിച്ച മുന്നറിയിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകളെ സൗജന്യമായി ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയ ഓട്ടോ അന്ന് രാത്രി, അതായത് ഈ ഉരുൾപൊട്ടലുണ്ടായ രാത്രി, ഇവിടെ പൂർണ്ണമായും തകർന്ന് മണ്ണിനടിയിൽ പൊതിഞ്ഞ് ഇനി പുനരുപയോഗിക്കാൻ സാധ്യമല്ലാത്ത രീതിയിൽ കിടക്കുകയാണ്.